ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 22. ഫഇൻ കാനൽ ഖബറു അലാ ശർത്തിഹിമ മഅൻ. നമ്മൾ പറഞ്ഞത് സിഹത്തിന്റെ അർജഹിയത്ത് നോക്കിയിട്ട് കിതാബുകളെ മുന്തിക്കപ്പെടുന്ന, ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ മുന്തിക്കപ്പെടുന്ന വിഷയം പറഞ്ഞു. ബുഖാരിയെ മുന്തിക്കും, പിന്നെ അത് കഴിഞ്ഞ് സഹീഹ് മുസ്ലിമും, പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഷെർത്ത് യോജിച്ചു വന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ റാവിമാർ റിവായത്ത് ചെയ്ത ഹദീസുകൾ മറ്റ് ഷെർത്തുകളൊക്കെ ഉള്ളതോടുകൂടെ മുസ്ലിമിൻ്റെയോ ഇമാം ബുഖാരിയുടെയോ റാവിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ഇങ്ങനെയാണ് മുന്തിക്കുന്ന രൂപം പറഞ്ഞത്. അപ്പോൾ ആ മാ വാഫഖഹു ഷർത്തുഹുമ എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണത്. ഫഇൻ കാനൽ ഖബറു, അപ്പോൾ ഖബർ ആയാൽ അലാ ഷർത്തിഹിമ, അവരുടെ രണ്ടുപേരുടെയും ഷർത്തിന്മേൽ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും റാവിമാർ തൊട്ട് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. അതാണ് രണ്ടുപേരുടെയും റാവിമാൻ മുഖ്റജം മിൻ ദിജാരിഹിമ എന്നർത്ഥം. അങ്ങനെ ആയാൽ കാന, ആ ഖബറാകും ദൂനമാ അഖ്റജഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് മാത്രം പുറപ്പെടുവിച്ച ഇഖ്റാജ് ചെയ്ത ഹദീസിന്റെ നേരെ താഴെയാകും. ഔ മിസ്ലഹു, അല്ലെങ്കിൽ താഴെയാകില്ല, അല്ലെങ്കിൽ അതിനോട് സമമായതാകും. സമമായതാകുക എന്ന് പറഞ്ഞാൽ അന്നലിൽ ഹദീസി അല്ലദീ യുർവാ ബിശർത്തിഹിമ, രണ്ടുപേരുടെയും ഷർത്ത് കൊണ്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസ്. പക്ഷേ വലൈസ ഇൻദഹുമ ജിഹത്തു തർജീഹിൻ അലാമാ കാന ഇദ്ദ മുസ്ലിമിൻ, മുസ്ലിമിന്റെ അടുക്കലുള്ള ഹദീസിനേക്കാൾ ഇതിനെ തർജീഹ് ചെയ്യാനുള്ള ഒരു ജിഹത്ത് ഇല്ല. എന്നാൽ വല്ലദീന്ത മുസ്ലിമിൻ, മുസ്ലിമിന്റെ അടുക്കലുള്ളതായ ഹദീസ് റിവായത്ത് ലഹു ജിഹത്തു തർജീഹ്, അതിന് തർജീഹിന്റെ ജിഹത്തുണ്ട്. മിനൈസ് ഇന്നഹു ഫിൽ കിതാബിൽ മദ്കൂരി, അത് സഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്നതാണ് എന്ന നിലയ്ക്ക് അതിന് തർജീഹുണ്ട്. പിന്നെ അപ്പോൾ എന്ത് ചെയ്തു? ഫതആദല, അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പിന്നെ ഷെർത്തോടുകൂടെ കൊണ്ടുവന്ന ഹദീസ് മുസ്ലിമിന്റെ അടുക്കലുള്ള ആ ഹദീസിനോട് എന്ത് ചെയ്തു? അതേപോലെയായി. പോലെയായി എന്നുള്ളതിന്റെ കാരണമാണ് പറഞ്ഞത്. ഇപ്പം നുഖ്തത്തുൽ ഖററിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അതാ പോലെ മുസാവാത്ത് വന്നത്, മുആദലത്ത് വന്നത് എങ്ങനെയെന്നാണ് ഇപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെയായിരിക്കും. വൈൻകാന, ഇനി ആ ഖബറായാൽ അല ഷർത്തി അഹദീമ, രണ്ടിലൊരാളുടെ ഷർത്തിന്മേലായി, എന്നാൽ രണ്ടിലൊരാളുടെ റാവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായി. എന്നാൽ ഫയുഖദ്ദമു, ആ ഹദീസിനെ മുന്തിക്കപ്പെടണം. ഫയുഖദ്ദമു ഷർത്തുൽ ബുഖാരി, ഒരാളുടെ ഷർത്ത് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇമാം ബുഖാരിയുടെ ഷർത്തിനെ മുന്തിക്കപ്പെടണം. വഹദഹു, ഇമാം ബുഖാരി മാത്രം പറഞ്ഞ ഷർത്തിനെ മുന്തിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ മാത്രം റാവിയെ മുന്തിക്കപ്പെടണം. അലാ ഷർത്തി മുസ്ലിമിൻ വഹദഹു, മുസ്ലിമിന്റെ മാത്രമുള്ള ഷർത്തിനേക്കാൾ മുന്തിക്കപ്പെടണം. അത് തബഅല്ലി അസിലി കുല്ലി മിൻഹുമ, രണ്ടിൽ നിന്നുള്ള എല്ലാവരുടെയും അസിലിനോട് താബിയായിട്ട്. ഇമാം ബുഖാരിയും മുസ്ലിം നോക്കുമ്പോൾ ഇമാം ബുഖാരിയാണല്ലോ മുന്തിക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ ഇമാം ബുഖാരിയുടെ റാവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ എന്ത് ചെയ്യണം? ഇമാം മുസ്ലിമിന്റെ റാവി തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിനേക്കാൾ മുന്തിക്കപ്പെടണം എന്നായി. അപ്പോൾ ഫഖറജ ലന, അപ്പോൾ നമുക്ക് ഹാസിലായി മിൻ ഹാദ, ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് സിത്തത്തു അഖ്സാമിൻ, 6 ഇനങ്ങൾ, ഹദീസിന്റെ ഇനങ്ങൾ. യതഫാവത്തു ദറജാതുഹ, അവകളുടെ ദർജകൾ വ്യത്യസ്തമാകും. ഫി സിഹത്തി, സിഹത്തിന്റെ വിഷയത്തിൽ ദർജകൾ
ഏറ്റ വ്യത്യാസമായി വരുന്ന 6 ഇനങ്ങൾ ഇവിടെ കരസ്ഥമായി. ഏതാണ് ആ 6 ഇനങ്ങൾ? അത് ഒന്ന്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ ആദ്യം മുന്തിക്കപ്പെടുക. പിന്നെ അതായത് സഹീൽ ബുഖാരിയിലുള്ള ഹദീസ്. രണ്ടാമത്തത് അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തത്. അല്ല, ആദ്യം രണ്ടുപേരും കൂടി ഇത്തിഫാഖായത്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇത്തിഫാഖായത്, മുത്തഫഖൻ അലൈഹിന്. പിന്നെ അപ്പോൾ ഒന്നത്. പിന്നെ രണ്ടാമത്തത് ഇമാം ബുഖാരി മാത്രം ഇൻഫിറാദായത്, അവ 2ആയി. പിന്നെ മൂന്നാമത്തെ ഇമാം മുസ്ലിം മാത്രം ഇൻഫിറാദായത്. പിന്നെ നാലാമത്തത് രണ്ടുപേരുടെയും പിന്നെ ഷർത്തിന്മേൽ പുറപ്പെടിച്ചത്. പിന്നെ അവരുടെ രണ്ടുപേരുടെയും റാബികളെ തൊട്ട് പുറപ്പെടിച്ചത്. എന്നാൽ ഇവർ രണ്ടും ഈ ഹദീസിനെ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ സഹീഹിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ അവരുടെ റാബികളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അത് 4. അഞ്ചാമത്തത് എന്താണ്? ഒരു ഇമാം ബുഖാരിയുടെ റിപ്പോർട്ട്, പിന്നെ റാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മാത്രം. ഇമാം ബുഖാരിയുടെ റാബിയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ 5. ആറാമത്തത് ഇമാം മുസ്ലിമിന്റെ മാത്രം റാവിയെ തൊട്ട്, അതായത് ഷെർത്ത് എന്ന് പറഞ്ഞാൽ റാവിയാണല്ലോ ഉദ്ദേശം, ആ റാവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ 6 ഇനമുണ്ട്. ഇതിൽ 3 എണ്ണം സലാസത്തും മിൻഹ ഉസൂലുൻ വ സലാസത്തും മിൻഹ ഫുറൂഉൻ. 3 എണ്ണം അസ്ലിയായ 3 എണ്ണം പിന്നെ അതിന്റെ ഫർആണ്. 3 എണ്ണം അസ്ലി എന്ന് പറഞ്ഞാൽ ഒന്ന് മുത്തഫഖൻ അലൈഹി ആയത്, പിന്നെ ഇമാം ബുഖാരി സഹീൽ ബുഖാരിയിൽ ഉള്ളത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്, ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത് 3 അസ്ലി. പിന്നെ അതിന്റെ ഫർആയിട്ട് പറഞ്ഞാണ് 3 എണ്ണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 6 ഖിസ്മുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ വസമ്മ കിസ്മുൻ സാബിഉൻ, അവിടെ 7ാമതൊരു കിസ്മു കൂടിയുണ്ട്. അതേതാണ്? വഹുവ, അത് മാലൈസ അലാ ഷർത്തിഹിമ, രണ്ടുപേരുടെയും ഷർത്തിന്മേലല്ല. ഇജ്തിമാഉം ഇൻഫിറാദൻ, ഇജ്തിമാഇലുമല്ല ഇൻഫിറാദിലുമല്ല. ഒറ്റയ്ക്കുള്ള ഇമാം മുസ്ലിമിന്റെ റാവിയിൽ നിന്നുമല്ല, പിന്നെ ഇമാം ബുഖാരിയുടെ റാവിയിൽ നിന്നുമല്ല, ഇനി രണ്ടുപേരും കൊണ്ടുവന്ന റാവിയിൽ നിന്നുമല്ല. അങ്ങനെ രണ്ടുപേരുടെയും ഷർത്തിന്മേൽ ഉള്ള ഹദീസല്ല. അങ്ങനത്തെ 7ാമത്തെ ഒരു കിസ്മുണ്ട്. വഹാദ തഫാവുത്തു, ഈ പറഞ്ഞ ഏറ്റവ്യത്യാസം, ഇന്നമാ ഹുവ ബിൻ നദീരി ഇലൽ ഹൈസിയത്തിൽ മദ്കൂറത്തി, നമ്മൾ പറയപ്പെട്ട ഹൈസിയത്തിലേക്ക് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഏറ്റവ്യത്യാസം പറഞ്ഞ ഇമാം എന്തിന് മുത്തഫഖൻ അലൈഹി ആദ്യം മുന്തിക്കും, പിന്നെ ബുഖാരിയെ, പിന്നെ മുസ്ലിമിനെ എന്ന് പറഞ്ഞത്. പറയപ്പെട്ട ഹൈസിയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ റാവിമാരുടെ അദാലത്തും ദബത്തും ഒക്കെ നോക്കിയിട്ടായിരുന്നല്ലോ നമ്മൾ സിഹത്തിനെ പരിഗണിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കിയിട്ടാണ്. എന്നാൽ അപ്പോൾ അത് ആ ഇജ്മാലിയായ തർത്തീബാണ് ആ പറഞ്ഞത്. എന്താ ഇവിടെ നുക്തത്തുൽ ഖർറ പറയുന്ന അശാറുൽ മുസന്നിഫു ബിഹാദ ഇല അന്ന ഹാദ തർത്തീബ ഫിൽ അഫ്ളലിയത്തി, അഫ്ളലിയത്തിൽ ഈ പറഞ്ഞ തർത്തീബ് ഇജ്മാലിയിൻ വൽ ഹൈസിയത്തുൽ മദ്കൂറത്തു, പറയപ്പെട്ട ഹൈസിയത്ത് എന്ന് പറഞ്ഞതാ ഈ അത് തഖ്രീജുൽ ഹദീസി ഫി സഹീഹൈനി ഔ അഹദിഹിമ ഔ യകൂന അലാ ശർത്തിഹിമ ഔ ശർത്തി അഹദിഹിമ. നമ്മളിപ്പോൾ 6 കിസ്മാക്കി പറഞ്ഞ, അപ്പോൾ ആ പറഞ്ഞ ഹൈസിയത്തിൽ ഇങ്ങനെ ഹദീസിനെ പുറപ്പെടുവിക്കലും. വഹാദ തഫ്ളീലു, ഈ തഫ്ളീലി, ഈ ഇജ്മാലിയായ തഫ്ളീൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് അല്ല, ഈ തഫ്ളീൽ എന്താണ്? ഇജ്മാലി, അത് ഇജ്മാലിയാണ്. ഇന്ന ജുംലത്ത അഹാദീസിൽ ബുഖാരി, ബുഖാരിയുടെ ഹദീസുകൾ മൊത്തത്തിൽ അസഹു, അത് ഏറ്റവും സഹിയാണ്. മിൻ ജുംലത്തി അഹാദീസിൽ മുസ്ലിമിന്റെ ഹദീസ്, മൊത്തത്തിലുള്ള ഹദീസിനെ അപേക്ഷിക്കുമ്പോൾ ബുഖാരിയുടെ ഹദീസാണ് മൊത്തത്തിൽ എന്ത് പിന്നെ സഹീഹ് എന്ന് വെക്കാം. അപ്പോൾ ആ കഥ ഈ പറഞ്ഞ പോലെ മറ്റുള്ളത്. ഇതുകൊണ്ട് വലാ യൽസമു മിൻ ദാലിക, ഈ പറഞ്ഞത് കൊണ്ട് ലാസിമാകൂല
അന്ന കുല്ല ഹദീസിൻ ഫിൽ ബുഖാരി, സഹീഹിലുള്ള ഓരോ ഹദീസും അസഹു മിൻ കുല്ലി ഹദീസിൻ ഫി മുസ്ലിമിൻ, മുസ്ലിമിലുള്ള ഓരോ ഹദീസിനേക്കാളും അസഹാണ്. ഓരോ ഹദീസിനെ എടുത്തു നോക്കുമ്പോൾ ബുഖാരിയിലുള്ള ഹദീസ് എന്താണ്, മുസ്ലിമിലുള്ള ഓരോ ഹദീസിനേക്കാളും അസഹാണ് എന്നത് ലാസിമാവൂല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വഖദ് ഫസ്സൽ മുസന്നിഫു ഹാദാ ബി ഖൗലിഹി അമ്മാ ലൗ റുജ്ജിഹ എന്ന് ഇനി എന്നിട്ട് ശേഷം ഫസ്ൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇജ്മാലിയായ അഫ്ളലിയത്താണ് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ ഇമാം മുസ്ലിമിന്റെ ബുഖാരിയുടെ ഹദീസ് മൊത്തത്തിൽ ഇമാം മുസ്ലിമിന്റെ ഹദീസുകളെ അപേക്ഷിച്ച് എന്താണ്, അസഹാണ്. അല്ലാതെ ഫർദ് എന്നിലേക്ക് നോക്കുമ്പോൾ അസഹാണ് എന്നല്ല എന്നാണ് ഇപ്പം മുസന്നിഫ് പറഞ്ഞത്. എന്നിട്ടാണ് ഞാൻ ഇപ്പം മുസന്നിഫ് പറയുന്നത്, എന്താ പറഞ്ഞത്, അമ്മാ ലൗ റുജ്ജിഹ ഖിസ്മുൻ, ഈ പറഞ്ഞ ഖിസ്മിൽ നിന്ന് ഒരു വിഭാഗത്തിനെ തർജീഹാക്കപ്പെട്ടാൽ, എന്തിനേക്കാൾ, അലാ മാ ഫൗഖഹു, അതിൻ്റെ മുകളിലുള്ള ഒന്നിനേക്കാൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്, അതിനെ എന്ത് ചെയ്തു, മുത്തഫഖുൻ അലൈഹി അല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്, അതിനെ മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിനേക്കാൾ എന്ത് ചെയ്തു, റാജിയാക്കപ്പെട്ടു എന്ന് വെക്കാം. എന്തുകൊണ്ട് റാജിയാക്കപ്പെട്ടു? ബി ഉമൂരിൻ ഉഖ്റ, മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, റാജിയാക്കപ്പെട്ടു. എങ്ങനത്തെ കാര്യങ്ങൾ? തഖ്തദിയ തർജീഹ, തർജീഹിനെ തേടുന്നു ആ കാര്യങ്ങൾ. എന്തിനേക്കാൾ തർജീഹ്? അലാമാ ഫൗഖഹു, അതിൻ്റെ മുകളിലുള്ള ഒന്നിനേക്കാൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ മുത്തഫഖുൻ അലൈഹി എന്ന് ഉദാഹരണം പറയാം. അപ്പോൾ മുത്തഫഖുൻ അലൈഹിയെക്കാളും ഈ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ് എന്താണ്, തർജീഹിനെ തേടുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ഇതിനെ റാജിഹാക്കപ്പെട്ടാൽ, അപ്പോൾ എന്ത് ചെയ്യണം, ഫഇന്നഹു, അപ്പോൾ ആ ഖിസ്മിനെ യുഖദ്ദമു, മുന്തിക്കപ്പെടണം, അലാമാ ഫൗഖഹു, അതിൻ്റെ മുകളിലുള്ളതിനേക്കാൾ. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് ചെയ്യും, ഇപ്പം മുത്തഫഖുൻ അലൈഹിയേക്കാൾ എന്താണ് ഇമാം ബുഖാരി മാത്രം ഇൻഫിറാദായ ആ ഖിസ്മിനെ ചിലപ്പോൾ മുന്തിക്കപ്പെടേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഇത് കാരണം ഖദ് യഅരിദു ലിൽ മഫൂഖി, മർജൂഹ് ആയതിന് എന്ന് പറഞ്ഞാൽ താഴെയുള്ളതിന്, അതിനുള്ള മഫൂഖ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ താഴെ ദർജയിലുള്ള ആ ഹദീസിന് ആ ഖിസ്മിന് എന്ത് ചെയ്യും, ആരിദായി വരും, ഒന്ന് ആരിദായി വരും. എങ്ങനത്തെ ഒന്ന്? യജ്അലുഹു, ആ ഒന്ന് ആ ഹദീസിനെ ആക്കും, എന്താക്കും, ഫായിക്കൻ, അത് മേലെയുള്ളതാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആരിദായ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഈ മഫൂഖായത് എന്തായി വരും, മർജൂഹായത് റാജിഹായത് ആയിട്ട് വരും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആ ഐതിഹ്യത്തെ പ്രകാരം ഇജ്മാലിയായ തർത്തീബാണ്, തഫ്ളീലാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്നർത്ഥം. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഏതുപോലെ, കമാ ലൗ കാനൽ ഹദീസു ഇൻദ മുസ്ലിമിൻ, മുസ്ലിമിന്റെ അടുക്കലുള്ള ഒരു ഹദീസായി, മസലൻ ഉദാഹരണത്തിന്, വഹുവ മഷ്ഹൂറൻ, അത് മഷ്ഹൂറായ ഹദീസാണ്, ഖാസുൻ ദർജത്തി തവാത്തുരി, തവാത്തുറിന്റെ ദർജയെ തൊട്ട് ഖാസുറായ മഷ്ഹൂറായ ഹദീസാണ്. പക്ഷെ ലാക്കിൻ ഹഫത്ത് കരീനത്തുൻ, പക്ഷേ കരീനത്തുകൾ ഒന്നോ ഒന്നിലധികമോ എന്താണ് കരീനത്തുകൾ ചുറ്റി, സാറബിഹ, എങ്ങനത്തെ കരീനത്ത്, ആ കരീനത്ത് കൊണ്ട് ആയി ആ ഹദീസായി എന്തായി, യുഫീദുൽ ഇൽമ, യഖീനിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കുന്നതായി. അപ്പോ ഫഇന്നഹു, ഈ മുസ്ലിമിനുള്ള ഈ ഹദീസിനെ യുഖദ്ദമു, മുന്തിക്കപ്പെടും, അലൽ ഹദീസില്ലദീ യുഖ്രിജുൽ ബുഖാരി, ഇമാം ബുഖാരി നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ബുഖാരിയിലുള്ള ഹദീസിനേക്കാൾ എന്ത് ചെയ്യും, മുന്തിക്കപ്പെടും. എപ്പോൾ? ഇദാ കാന ഫർദൻ, ആ ബുഖാരിയിലുള്ള ഹദീസ് ഫർദൻ ഹദീസായാൽ, ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസായാൽ, മുത്തലക്കൻ നിലക്കുള്ള ഫർദായാൽ, ബുഖാരിയുടെ ഹദീസ് മുത്തലക്കൻ ഫർദായാൽ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഖരീനത്ത് ചുറ്റിയതായ ഈ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ത് ചെയ്യും, മുന്തിക്കപ്പെടും. ഇതാക്കാന ഫർദം മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ ഫർദ് മുത്തലക്ക് എന്നർത്ഥം. ഫർദ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ നസബി, ഫർദുൻ നസബി, ഫർദുൽ മുത്തലക്ക് എന്ന് മുമ്പൊരു തഖ്സീം നമ്മൾ പറഞ്ഞിരുന്നു. അതല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇതാക്കാന ഫർദം മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ അലൽ ഇത്ലാഖ് എന്നാ,
നസബിയായ ഫർദിനെ തൊട്ട് ഇഹ്തിറാസ് ചെയ്യാനാണെന്ന് ചില ശുറാഹുകൾ പറഞ്ഞിട്ടുണ്ട്. നുഖ്തത്തുൽ ഖററും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ഷറഹിന്റെ മുസന്നിഫ് പറയുന്നുണ്ട്. ഖൗലുഹു മുത്ലഖൻ, മുത്ലഖൻ എന്നുള്ള ഖൗല് ബയാനുൽ ലിൽ ഇത്ലാഖി, അത് ഇത്ലാഖിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലൈസൽ മുറാദ് മിൻഹു, അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ല അൽ ഫർദുൽ മുത്ലഖുൽ മുഖാബിൽ ലിൻ നസബി, ഫർദിൻ നസബീനോട് മുഖാബിലയായ ഫർദ് മുത്ലഖിനെ സംബന്ധിച്ചല്ല പറഞ്ഞ്. കമാ യതബാദറു ഇലൽ ഫഹ്മി, ഫഹ്മിലേക്ക് ഓടി വരുന്നത് അങ്ങനെ. ഫർദ് മുത്ലഖ് എന്ന് കേൾക്കുമ്പോൾ ഫർദ് നസബീന്റെ മുഖാബിലയാണെന്ന് ഓടി വരും. അപ്പോൾ ഫകാനൽ ഔല, ഏറ്റവും നല്ലതായിരുന്നു തർക്കുഹു, ഈ മുത്ലഖ് എന്നുള്ള പദം ഇവിടെ കളയലായിരുന്നു നല്ലത്. കാരണം അന്നഹു യൂഹിമു ഖിലാഫൽ മഖ്സൂദി, മഖ്സൂദിന്റെ എതിര് തോന്നിപ്പിക്കും എന്ന് ഷറഹിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ നുഖ്തത്തുൽ ഖററിൽ ആ കൗലെടുത്തിട്ട് അവിടെ കൊടുത്തത് അത് ഇഹ്തിറാസുൻ ഫർദിൻ നസബി, നസബിയായ ഫർദിനെ തൊട്ട് ഇഹ്തിറാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷറഹ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഈഹാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മുത്ലഖ് എന്നുള്ള പദം കൊടുക്കാതിരിക്കലായിരുന്നു നല്ലതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി അപ്പോൾ ഒരു ഹദീസ് അങ്ങനെ, അതൊരു ഉദാഹരണം പറഞ്ഞ ഫായിഖ് മർജൂഹായത് മഫൂഖായത് ഫായിഖായതിന് ഉദാഹരണം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വകമ, ഒരു ഹദീസ് പോലെ ലൗകാനൽ ഹദീസുല്ലദി ലം യുഖ്രിജാഹു, ലൗകാനൽ ഹദീസു ഒരു ഹദീസായി, എങ്ങനത്തെ ഹദീസ്, അല്ലദി എങ്ങനത്തെ ഹദീസാണ്, ലം യുഖ്രിജാഹു ആ ഹദീസിനെ അവർ രണ്ടുപേരും പുറപ്പെടുവിച്ചിട്ടില്ല, അങ്ങനത്തെ ഹദീസായി. എന്തിൽപ്പെട്ടതായി, മീൻ തർജിമത്തിൻ ഒരു ദർജയിൽപ്പെട്ടതായി. എങ്ങനത്തെ ദർജ, ഉസിഫത്ത് ഹദീസിന് വസു പറയപ്പെട്ടു, ദി കൗനിഹ അസഹൽ അസാനീദി, അസഹൽ അസാനീദ് എന്ന് വസു പറയപ്പെട്ട ഒരു ദർജയിൽപ്പെട്ട ഹദീസായി. എന്നാൽ അവർ രണ്ടുപേരും അത് പുറപ്പെടുവിച്ചിട്ടുമില്ല. ഏതുപോലെ അസഹൽ അസാനീദ് പറയപ്പെട്ട പറയപ്പെട്ട ദർജ ഏതുപോലെയൊക്കെ മാലിക്കിൻ നാഫിൻ ഇബ്നു ഉമറ, അത് ഉദാഹരണത്തിന്. അപ്പോൾ അത് അസഹൽ അസാനീദിന്റെ ദർജയിൽപ്പെട്ടാണ് എന്ത് ഈ സനദ്. അപ്പോൾ എന്ത് ചെയ്യും, ഫഇന്നഹു അപ്പോൾ ആ ഹദീസ് പിന്നെ യുഖദ്ദമു അതിനെ മുന്തിക്കപ്പെടും, അലാ മൻ ഫറദ ബിഹി അഹദുഹുമ അവർ രണ്ടിലൊരാൾ ഇൻഫിറാദായ ഹദീസുകളെക്കാൾ എന്ത് ചെയ്യും, ഇതിനെ മുന്തിക്കപ്പെടും. മസലൻ ഉദാഹരണത്തിന് ലാസിമ പ്രത്യേകിച്ച് ഇദാ കാന ഫീ ഇസ്നാദിഹി, ആ ഇൻഫിറാദായ ഹദീസിൽ അതിന്റെ സനദിലുണ്ടായാൽ മൻ ഫി മഖാലുൻ, മഖാലുള്ള ദുഅഫുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തോ ഒരു തനിച്ച ഹദീസുകളെക്കാൾ എന്ത് ചെയ്യും, അവർ രണ്ടുപേരും പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അസഹിൽ അസാനീദ് എന്റെ ദർജയിലുള്ള വസു പറയപ്പെട്ട ദർജയിലുള്ള ഹദീസുകൾ എന്ത് ചെയ്യും, മുന്തിക്കപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ തഖ്സീം, ഈ അഫ്ളലിയത്ത് പറഞ്ഞത്, തഫ്ളീൽ പറഞ്ഞത് ഇജ്മാലിയായ തഫ്ളീലാണ്, ഓരോരോ ഫർദിലേക്ക് നോക്കിയിട്ടല്ല എന്നർത്ഥം. അതാണ് മുസന്നിഫ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ഇനി ഫഇൻ ഖഫ്ഫൽ ലബ്തു അവിടെ